ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വെണ്ട കൃഷിയെ കുറിച്ച് ഉള്ളതാണ്. വെണ്ട കൃഷിയിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യം മുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ വെണ്ട നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തന്നേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൃഷി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെണ്ട കൃഷിയിൽ വിത്ത് പാകുന്നത് മുതലുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നിത്യേന ധാരാളം വെണ്ടയ്ക്ക പറിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. അതിനായി നമുക്ക് നല്ല വിത്തുകൾ വേണം തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട്. തിരഞ്ഞെടുക്കുന്ന വിത്തുകൾ നമുക്ക് 3 മണിക്കൂറെങ്കിലും 20% വീര്യമുള്ള സ്യൂഡോമോണസ് ലായനിയിൽ മുക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. മുക്കി വെച്ചതിന് ശേഷം നമുക്ക് വിത്ത് പാകാവുന്നതാണ്. ഗ്രോ ബാഗിലോ നിലത്ത് തടമൊരുക്കിയോ വിത്ത് പാകാവുന്നതാണ്. അടിവളമായിട്ട് നമുക്ക് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, ഇല്ലെങ്കിൽ നമ്മുടെ കൈവശം കോഴിവളമാണുള്ളതെങ്കിൽ അത്, മറ്റെന്തെങ്കിലും ജൈവവളമാണുള്ളെങ്കിൽ അത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നട്ട് 2-3 ദിവസത്തിനകം തൈ മുളച്ചു തുടങ്ങും. വിത്തിടുന്ന സമയത്ത് 1 സെന്റിമീറ്റർ ആഴത്തിൽ മാത്രമേ ഇടാവുള്ളൂ. അധികം ആഴത്തിലേക്കായി പോയാൽ വിത്ത് മുളച്ചു പൊങ്ങുന്നതിന് താമസമെടുക്കും. തൈ മുളച്ച് 2 ഇല പ്രായമാകുമ്പോൾ മുതൽ നമുക്ക് വളങ്ങൾ ചെയ്തു തുടങ്ങാം. നമ്മുടെ കൈവശമുള്ള ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെണ്ടയ്ക്ക നല്ല സ്വാദിഷ്ടമായ വെണ്ടയ്ക്ക നമുക്ക് പറിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. വെണ്ടയിൽ സാധാരണയായി വാട്ടരോഗം കണ്ടുവരാറുണ്ട്. വാട്ടരോഗം വന്ന ചെടിയെ അപ്പാടെ പിഴുത് നശിപ്പിക്കുക എന്നതുള്ളതാണ് അതിനുള്ള ഏക മാർഗം. മറ്റുള്ള ചെടിയിലേക്ക് രോഗം പടരാതിരിക്കുന്നതിന് ഇത് സഹായിക്കും. ജൈവ കീടനാശിനിയായിട്ട് നമുക്ക് വേപ്പിൻ കുരു സത്ത്, കൈവശമില്ലാത്തവർ വേപ്പിൻ പിണ്ണാക്കായാലും മതി. അത് നമുക്ക് 1 ദിവസം വെള്ളത്തിലിട്ട ശേഷം ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് വെണ്ടയിൽ കാണുന്ന പല രോഗകീടങ്ങൾക്കും നിയന്ത്രണമാകും. 20% വീര്യമുള്ള സ്യൂഡോമോണസ് ലായനി ഇടയ്ക്ക് വെണ്ടയിൽ തളിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിത്യേന നമുക്ക് വിഷരഹിതമായ വെണ്ടയ്ക്ക കഴിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൃഷി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.